ഈ പിള്ളേരെ ഇന്ന് മൊത്തം അലമ്പാക്കിയിടുള്ളൂ എപ്പോഴും. ചേട്ടൻ എവിടെ ചേട്ടാ? റൂമിൽ തന്നെ ഇരിക്കാണ്ട് ബാക്കിലോട്ട് ആ മാവിന്റെ അങ്ങോട്ട്. ആ വായിച്ചു നോക്കി ഞാൻ ഇപ്പൊ ചിരിച്ചിട്ട് ചാവും. ഞാൻ പറഞ്ഞില്ല ചേട്ടാ റൂട്ട് വേറെ വഴിക്കാ പോകുന്നത്. അതാ പറഞ്ഞേ, ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണം. ഇത് വെച്ച് ഇഷ്ടം പോലെയാണ് കളിക്കുക. പോണില്ലേ? അല്ല അതല്ല, ഇതേ ഇത് കുറച്ച് പ്ലെയിനാ. അതല്ലടി, ഇത് ഇങ്ങനെ അവതരിപ്പിച്ചാൽ ശരിയാവില്ല. ഇത് കുറച്ച് പൊലിപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ ഏക്കില്ല. ഇതിനകത്ത് പഴുതുകളുണ്ടെന്ന് അവന് രക്ഷപ്പെടാൻ വേണ്ടി. അത് ഞാൻ ആലോചിച്ചില്ല. എന്ത് ചെയ്യാനാ, നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറച്ച് ആഡ് ചെയ്യണം, ഒഴിപ്പിക്കണം കുറച്ചും കൂടി എഴുതി. മുക്കുറ്റി തിരുതാലി കാടുംപടലും പറിച്ചു കെട്ടിത്താ. ഈ എഴുതി വയ്ക്കണ പേപ്പറൊക്കെ കളയാൻ പേടിയാണ്. കളഞ്ഞ എപ്പോൾ പണി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇത് റോക്കറ്റാ. അച്ഛാ, ഇവിടുന്ന് വീട് മാറാൻ റെഡി ആയിക്കോ. ഇത് കാര്യം നാളൊക്കെ ഉണ്ട്. അച്ഛനും അമ്മനെ വിളിടി. പണിയെടുപ്പിക്കരുത് കേട്ടോ, അടുക്കളയിലെ പണിയെടുപ്പിക്കരുത് കേട്ടോ. ആ പണി അവിടെ വേറെ പണി ഇഷ്ടം പോലെ ഉണ്ട്. വാ ഇവിടെ പണി. അച്ഛാ പെട്ടെന്ന് റെഡി ആവാൻ വെച്ചാ നമുക്ക് പോവാന്ന്. എവിടെ പോണ കാര്യം? നമ്മളെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് വെച്ചോ, എന്നിട്ട് കുറച്ചാൾ നമുക്ക് പടവലത്ത് പോയി നിൽക്കാം. അതായിരിക്കും നല്ല വേറെ വീട് കണ്ടുപിടിക്കണവര്. എന്തോന്ന് പറഞ്ഞു നിങ്ങൾ സമാധാനം തരൂലേ? എപ്പോ നോക്കിയാലും നിങ്ങളെ കൊണ്ട് പ്രശ്നമാണ് ഇവിടെ. കാര്യം എന്താണെന്നാ? അതും കേശുവിനെ വിളി. കേശു ആണോ? എന്ത് ഇങ്ങോട്ടാ? എന്ത് ചേച്ചി ഇങ്ങോട്ട് വേണോ? എന്തെന്ന് കൺപിന്ന് പൊക്കോളൂ നീ. ശരി, എന്താ തമാശ കളിക്കണത്? വിളിച്ചിട്ട് പോവാൻ പറഞ്ഞ എടാ, നീ നമ്മുടെ പാവപ്പെട്ട അച്ഛനെ നാട്ടുകാരെ കൊണ്ട് തല്ലിപ്പിക്കോടാ. ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇനി ഓർത്തിട്ട് കാര്യം കൊള്ളാൻ വയ്യ. നീ അളവായി എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് വെട്ടി പറഞ്ഞിട്ട് ഞാൻ ചാവോളൂ കേട്ടാ. നിനക്ക് സ്വയം തയ്യാറോടായിരിക്കും. ഇതിപ്പോ കാര്യം എന്താണെന്ന് അറിയണ്ടേ? എന്താ കാര്യം? എന്താണ് പറമ്പിലെ കാര്യം? ഇതാണ് കാര്യം. കേശു, എന്താടാ ഇത്? പേപ്പറൊക്കെ തന്നെയാണ്. ഇതാരെഴുതിയത്? ഞാൻ ഇത് തന്നെ. അതിനിപ്പോ എന്തോന്നു? ഞാൻ ഇത് തന്നെ. അതിനിപ്പോ എന്തോ ഇതെന്താന്നറിയോ വെച്ചാ, ദിസ് ഈസ് ലവ് ലെറ്റർ. കേശു എഴുതിയ ലവ് ലെറ്റർ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അയ്യേ, നീ ആള് മോശമല്ലോടാ. എന്റെ അമ്മ, ഇത് ഞാൻ ആർക്കും കൊടുക്കാൻ വേണ്ടി എഴുതുന്നല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ആത്മസംഘർഷവും സന്തോഷവും ഒക്കെ ഇങ്ങനെ കുത്തിക്കുറിക്കും. ഇത് പണ്ട് ലച്ചുവിനുണ്ടായിരുന്ന അസുഖം. അത് കുഴപ്പമില്ലടാ. ഇതതുപോലല്ല. ദിസ് ഈസ് ലവ് ലെറ്റർ. ക്ലിയർ കേസ് ഓഫ് ലവ് ലെറ്റർ. പ്യുവർ ലവ് ലെറ്റർ. പ്യുവർ ലെറ്റർ എന്ന് പറഞ്ഞാ, അതെ, ഞാൻ എന്റെ റൂമിൽ എഴുതി വെച്ചിരുന്ന ലെറ്റർ നിങ്ങൾ കയറി എടുത്തല്ലേ? അതെ, ഇത് എന്റെ സ്വകാര്യതയാണ്. എന്റെ സ്വകാര്യത കയറി ഇടപെട്ടത് ഒട്ടും ശരിയല്ല. ഹലോ, നിനക്ക് 15 വയസ്സായിട്ടുള്ളൂ. നിന്നെ ഇപ്പോഴും മൈനറാണ് കേട്ടാ. നിനക്ക് പ്രൈവസി തരാനാവുമ്പോ ഞങ്ങൾ പറയാം. ഞാൻ ഇത് വായിക്കട്ടെ. സ്നേഹമുള്ളവളെ, സ്നേഹമുള്ളവളെ, എന്തെഴുതണം ഏതെഴുതണം എന്നെനിക്ക് അറിയില്ല. എന്തായാലും ഇതെന്റെ അന്തരാത്മാവിലെ തിരതള്ളലുകളാണ്. എപ്പോഴും അമ്മയുടെ ഫോൺ എടുത്ത് വിളിക്കാൻ പറ്റില്ല, പക്ഷെ എന്തോ പറയാനുണ്ട്. അതാണ് മനസ്സിൽ നിന്നും ഊർന്നു വീണ ഈ വരികൾ. കാലാന്തരത്തിൽ നീയും ഞാനും അകന്നു പോയേക്കാം. വിധിയുടെ വിളയാട്ടം അങ്ങനെയാണല്ലോ. അങ്ങനെ ആവുമല്ലോ. കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ ദേശം വിട്ടാലും ഞാൻ ഈ വഴിത്താരകളിലൂടെ നടന്നു വരും. എവിടെ പോണ നീ? ദേശം വിട്ട് എവിടെയാ പോണ?
വായിക്കട്ടെ. അപ്പോഴും എന്റെ കണ്ണുകൾ ആരെയോ തേടും. കണ്ണടിച്ച് പൊട്ടിക്കും. വായിക്കോ. അതാരെയും ആകാം, സംശയിക്കണ്ട. അപ്പൊ ഒന്നല്ല. ആരെയും ആകാം, സംശയിക്കണ്ട, എന്റെ കൂട്ടുകാരിയെ തന്നെ. ഈ വരികൾ എനിക്ക് എവിടേക്കോ ഓർമ്മയുണ്ട്. ഇത് വേറെ ആരൊക്കെയോ. ലാസ്റ്റത്തെ വരിയാണ് പോയിന്റ്. വായിക്കാട്ടോ. ലാസ്റ്റിലത്തെ വരിയ? ഏത് വരി? ഇനിയുണ്ടാ? ഇനിയുണ്ട്. ഇനി എവിടെ? 1000 അയ്യേ, എടാ വൃത്തിയിട്ടവനെ. എന്താന്ന് നാണില്ലടാ നിനക്ക്? നോക്കട്ടെ. എന്ത്? ഇത് ഞാൻ എഴുതിയതല്ല, ഇത് ചതി. അച്ഛാ ചതി അച്ഛാ. എഴുതി വെച്ച് ലാസ്റ്റ് ഇത് ഞാൻ എഴുതിയതല്ലെന്ന്. വൃത്തിയോടെ കാണിച്ചിട്ട് കിടന്നുള്ള അടിച്ച പത്തികളും ഇതെന്റെ കൈയക്ഷരം അല്ല. നോക്ക്. പിന്നെ അച്ഛാ എന്റെ കൈയക്ഷരല്ല. ഇത് നിന്റെ കൈക്ഷരം തന്നെ. നീ വിഷമിക്കണ്ട. എടാ, നമ്മൾ ഇതൊക്കെ തമാശയായിട്ടേ കണ്ടിട്ടുള്ളു. പിന്നെ നീ ഇത് സീരിയസ് ആക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളു. പിന്നെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ നിങ്ങളച്ഛനും ഒരുപാട് ലെറ്റർ എനിക്ക് തന്നിട്ടുള്ളതാ. ആ, അത് ഒരുപാട് ലെറ്റർ ഇങ്ങോട്ട് വന്നപ്പോ കരഞ്ഞ കാലുപിടിച്ച പറഞ്ഞ അങ്ങോട്ടും കൊടുത്തു, അത്രേ ഉള്ളൂ. അയ്യ, അച്ഛൻ കരഞ്ഞാ? ആര് കരഞ്ഞ്? പാടാണ്. ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. ആ, അത് പോട്ടെ. ദേ, നമ്മളെ ലെറ്ററിൽ ഇതുപോലെ വൃത്തികേടൊന്നും ഇല്ലായിരുന്നു കേട്ടാ. അമ്മ ഇത് എഴുതിയത് ഞാൻ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കണത്തരെ പുളിയുമ്പോ കിടന്ന് തുള്ളിയിട്ട് യാതൊരു കാര്യമില്ല കേട്ടാ. ഈ പോകാതെ ഞാൻ വീട്ടിൽ ഇറങ്ങി പോകും കേട്ടോ. എങ്ങനെയാണെങ്കിൽ മിക്കവാറും തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വരും. ഞാൻ ഇത് സമ്മതിക്കൂല. കേശുവേന്ദ്രനുണ്ട്. ഞാൻ പാവമാണ് അമ്മ. അച്ഛൻ ഞാൻ നിരവധി. അച്ഛൻ എന്നെ വിശ്വസിക്കാ. വിശ്വാസമൊക്കെ പോയിട്ടൊക്കെ കുറെ നാളായടേ. പോടേ പോടേ. അവന്റെ ഒരു അമ്പലത്തിൽ പോക്കും പുഷ്പാഞ്ജലി. എന്നാലും വേണ്ടായിരുന്നു ഇങ്ങനെ. അച്ഛാ, കൊണ്ട് പോടേ. എഴുതിയിട്ടില്ല.